السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال أن رسول الله صلى الله عليه وسلم قال من كان يؤمن بالله واليوم الآخر فليكرم جاره. متفق عليه. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിമ സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ 40 ഹദീസുകളിൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഹദീസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഈ ഹദീസിൽ വിശ്വാസത്തോടൊപ്പം തന്നെ കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ കാണാൻ പറ്റും. അത് പറയുമ്പോഴൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആമുഖമായി പറഞ്ഞത് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്നാണ്. ആര് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു. കേവലം ഞാൻ വിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതോടൊപ്പം തന്നെ വിശ്വാസിയാണ് എന്ന് പറയുന്ന ആളുടെ വിശ്വാസവും കർമ്മങ്ങളും ചെയ്യുന്നതോടുകൂടി തന്നെയുള്ള ബാധ്യതകളുമുണ്ട്. അതിൽ ഒന്നാമത് പറഞ്ഞത് അവൻ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, സ്വന്തം ബാധ്യതയാണ്. ഒന്നുകിൽ നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇനി രണ്ടാമത്തേതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഫൽ യുക്രിം ജാറഹു, അവൻ തൻ്റെ അയൽവാസിയെ ആദരിക്കട്ടെ. നമ്മളൊക്കെ പഴയ കാലത്തുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, അകലെയിരിക്കുന്ന ബന്ധുവിനേക്കാൾ അടുത്തിരിക്കുന്ന ശത്രുവാണ് അഭയം എന്നുള്ളത്. ഒന്ന് ശബ്ദമുയർത്തിയാൽ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഒരു അപരിചിതമായ ശബ്ദമുണ്ടായാൽ ഓടി വരാനുള്ളത് അയൽവാസികളാണ്. ചെന്ന് കഥയൊക്കെ മാറി കിട്ടുന്നതൊക്കെ വളച്ചു കെട്ടിയും ചുറ്റിക്കെട്ടിയും ഒക്കെ വീടിൻ്റെ മുമ്പിൽ 10-15 കാർ വന്ന് നിൽക്കുമ്പോൾ അയൽവാസി ജയിലിൽ കൂടി എത്തി നോക്കി എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ആ വീട്ടിലുള്ള ആൾ മരിച്ചു എന്ന് പറയുമ്പോഴായിരിക്കും പലപ്പോഴും അറിയാനുണ്ടാവുക. അത്രയധികം ബന്ധങ്ങൾ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വസിയ്യത്ത് കൊടുക്കാറുണ്ടായിരുന്നു. ഇത്ര ഉപദേശങ്ങൾ, ശക്തമായ രൂപത്തിലുള്ള ദൃഢമായ രൂപത്തിലുള്ള ആജ്ഞാനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ അയൽവാസിക്ക് സ്വന്തം 4 സെന്റിൽ നിന്ന് 10 സെന്റിൽ നിന്നൊക്കെ ഇത്ര സെന്റ് നമ്മുടെ ഭാഷയിലോട്ടോ അനന്തരാവകാശമായി നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞു പോകുമോ എന്ന് വരെ ഭയപ്പെട്ടിന്. അത്രയധികം ശക്തമായ ഭാഷയിലാണ് അയൽവാസിയെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിർദ്ദേശിക്കാൻ വേണ്ടി കൽപ്പിച്ചത്. നമുക്കറിയാലോ, വലിയ പാപങ്ങൾ, മഹാപാപങ്ങൾ, സബുൽ മോബിഖാത്തും അതുപോലെയുള്ള പാപങ്ങളൊക്കെ പഠിപ്പിക്കപ്പെട്ട പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാപാപങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചറിഞ്ഞ ഒരു സ്വഹാബിയോട് പറയുകയുണ്ടായി. ഒന്നാമത്തേത് ഷിർക്ക്. അൻ തദ്ഉ ലില്ലാഹി വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ് എന്നിരിക്കെ നീ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കലാണ്. രണ്ടാമതെന്താ റസൂലേ, അൻ തസ്നിയ ഖലീലതി ജാരിക, നിന്റെ അയൽവാസി നിന്നെ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്തായി കരുതിയ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കലാണ്. അത്രയധികം ഗൗരവമുള്ള കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുകയുണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാൻ പറ്റും, ലൈസൽ മുഅ്മിനു, സത്യവിശ്വാസിയല്ല, അല്ലദീ, ഒരുത്തൻ, യശ്ബഉ, അവൻ വയറു നിറക്കുന്നു, വജാറുഹു, അവൻ്റെ അയൽവാസി, ജാഇഉൻ ഇലാ ജംബിഹി, അവൻ്റെ അയൽപക്കത്ത് പട്ടിണി കിടക്കുകയാണ്. കേരളീയ സമൂഹത്തിലൊക്കെ ജീവിക്കുന്ന നമ്മൾ കുറേ പതിറ്റാണ്ടുകൾക്ക് മുന്നിലുള്ള ചരിത്രം അന്വേഷിച്ച് നോക്കിയാൽ ഇവിടേക്കുള്ള തറവാട്ട് വീടുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, കെട്ടുപടിയിൽ വീടിൻ്റെ ഉമ്മറത്ത് അതിനു വേണ്ടി കെട്ടിയിറക്കിയ വീടുകളുണ്ട്. അവിടെ വന്നിട്ട് വീട്ടിലെ അതിഥി അല്ലെങ്കിൽ വീട്ടിലെ ഒരു അംഗം വന്ന് ചോദിക്കുമ്പോൾ അത്രേ അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന് 2-3 പ്രാവശ്യമൊക്കെ ചോദിച്ചു. അത്താഴപ്പട്ടിണിക്കാരില്ലാന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയില്ല, ഒരു ഔപചാരികത. എന്നാൽ പോലും അങ്ങനെ ഒരു ചോദ്യം, ആരെങ്കിലുമൊക്കെ പട്ടിണി കിടക്കുന്നവരുണ്ടോ എന്നറിഞ്ഞ് ഇല്ല എന്ന് ഉറപ്പുവരുത്തി ഭക്ഷണം കഴിച്ചിരുന്ന ഒരു കാലഘട്ടം. അതിനും എത്രയോ മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, തൊട്ടപ്പുറത്തുള്ള ഒരുത്തൻ്റെ വയർ വിശക്കുന്നുണ്ടോ എന്ന് അറിയണം. ഇതൊന്നും അറിയാതെ നമ്മൾ
നിസ്കാരത്തിൻ്റെ ആയുമ്പും മറ്റു കാര്യങ്ങളും വിവാദത്തിക്കാനും റസൂൽ അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞേ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ അങ്ങനെ ആയത്ത് പറഞ്ഞു നോക്കി. മറ്റുള്ളവരെ പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ട് വില കുറച്ചുകൊണ്ട് ഒക്കെ കാണിച്ച അഗതിയെ, പാവപ്പെട്ടവനെ, അനാഥയൊക്കെ തള്ളി എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി പോവുക. അല്ല, നിസ്കാരത്തിൽ അത് വേറെ വിഷയം. നിസ്കാരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അശ്രദ്ധയുണ്ടാകുന്നതോടൊപ്പം തന്നെ മറ്റു ബാഹ്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നും ഇല്ലാത്ത കേവലം ചില ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നവരായി മാറുക എന്നുള്ളത് പാടില്ലാത്തതാണ് എന്ന് ഖുർആന്റെ താല്പര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആരാ അയൽവാസി? അൽ ജാറു ഖബലദ്ദാർ. അയൽവാസി എന്ന് പറഞ്ഞാൽ വീടിൻ്റെ തൊട്ടുമുമ്പിലുള്ള വീട് തുറന്നാൽ ആരെയാണ് കാണുന്നത്? വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ ആരെയാ, അടുക്കള ഭാഗത്ത് ആരെയാ, പിൻഭാഗത്ത് ആരെയാ, മുൻഭാഗത്ത് ആരെയാ, അതൊക്കെ അയൽവാസികളാണ്. അപ്പോൾ ആരെ അയൽവാസി അത് മനസ്സിലായി. ഇനി അവരുടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും വ്യത്യാസമില്ല. അയ്യങ്കാനൽ ജാർ, അയൽവാസി ആരായിരുന്നാലും ശരി, ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ, ഏത് രൂപത്തിലുള്ളവനാകട്ടെ, ഒരുപക്ഷെ നമ്മോട് വളരെ മോശമായി പ്രതികരിക്കുന്നവനാകാം. നമ്മുടെ പ്രതികരണം നല്ല രൂപത്തിലാണ് പല പ്രാവശ്യമെങ്കിൽ നല്ലതും ചീത്തതും ശരിയാവുകയില്ല, നല്ലതും ചീത്തയും ശരിയാവുകയില്ല. നീ നല്ലത് കൊണ്ട് പ്രതികരിക്കുക. അങ്ങനെ വന്നാൽ നിന്നെ ശത്രുവായവൻ പോലും നിനക്ക് മിത്രമായി തീരുമെന്ന് ഖുർആൻ 41-ാം അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അയൽപ്പക്കങ്ങളും ചുറ്റുഭാഗങ്ങളും ഒക്കെ അവഗണിച്ചുകൊണ്ടുള്ള ജീവിതമല്ല വിശ്വാസിക്ക് അനുഗുണമായിട്ടുള്ളത്. മറിച്ച് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിനൊക്കെ പറ്റാവുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളിലൂടെ അവരുമായി സഹകരിച്ചും സാഹോദര്യബന്ധം ഊട്ടിയും ഉറപ്പിച്ചുമൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥ ഒരാൾ വിശ്വാസിയാകുന്നത് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധങ്ങൾ നന്നാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാ വീഴ്ചയും അള്ളാഹു പരിഹരിച്ചു തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട നമ്മുടെ ഉറ്റവരും ഉടയവരുമായവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ പ്രയാസങ്ങളും രോഗവും ബുദ്ധിമുട്ടും പ്രായാധിക്യവുമുള്ള ആളുകളുണ്ട്. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തഖീങ്ങളായി ജീവിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ കുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും പ്രയാസവും ബേജാറും മാറ്റിവെച്ച് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് വരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. ഉപജീവനത്തിന്റെ മേഖലകളിൽ അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ചും പ്രവാസ ലോകത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾ ജോലി സ്ഥലത്തും ജോലി സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ. ഖൈറും റാഹത്തുമായ രൂപത്തിലുള്ള ശമ്പളവും മറ്റിതര കാര്യങ്ങളും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സ്വസ്ഥതയും സമാധാനത്തോടുകൂടി ഉപജീവന മാർഗം കണ്ടെത്താനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.